ചെയ്തു. ഇനിയും അതിന്റെ 17ാമത്തെ വാചകം. ഏകന്റെ ലംഘനത്താൽ മരണവും. ഏകന്റെ ലംഘനത്താൽ അതിന്റെ 18ാമത്തെ വാചകം. അങ്ങനെ ഏകലംഘനത്താൽ 19ാം വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ. കണ്ടോ, ഒരു പ്രത്യേക മനുഷ്യനെ ഇവിടെ എടുത്തു കാണിക്കുന്നത് കണ്ടോ നിങ്ങൾ? Do you see a special man is being portrayed here? ഏക മനുഷ്യൻ, One man, ഏക മനുഷ്യൻ, one man, ഏക ലംഘനം, one man's offense. ദൈവത്തിന്റെ വചനത്തിന്റെ ഓരോ ഭാഗത്തിനും വളരെ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. Each part of the word of God has a great and deep meaning. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമായി കാണാം ദൈവവചനം അതിന്റെ ഉള്ള അവസ്ഥയിൽ പഠിപ്പാൻ ലഭിക്കുന്ന ഭാഗ്യം. And we have to consider the great privilege that we are able to learn the word of God the way it is. ഈ ലോകത്തിന് സംഭവിച്ച എല്ലാ വിപത്തിനും കാരണമായി ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുക. The Holy Spirit is portraying one man behind the entire tragedy which has happened in this world. നമുക്ക് തോന്നും ഒരു വ്യക്തി കൊണ്ട് ഇത്രയും വലിയ ദോഷം സംഭവിക്കുമോ? We may think that how can with one person this huge tragedy that can happen? ഒരു തെറ്റുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നം സൃഷ്ടിക്കപ്പെടുമോ? With one little mistake will there be a great problem in this world? ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ തെറ്റും വലിപ്പത്തിൽ നാം കാണണം. Which means that in our life, our each and every mistake has a great problem in our lives. ലോകത്തിന് സംഭവിച്ചത് ഒരു വ്യക്തി എന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് ശക്തമായി ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാണ്. Because of one man's mistake, the Holy Spirit is repeatedly conveying the message that was a great trouble for the world. ഞാനും നിങ്ങളുമാകുന്ന ഓരോ വ്യക്തിക്കും വലിയ വിലയുണ്ട്. Me and you as one man has a great importance in the presence നാം of God. ചെയ്യുന്ന ഓരോ നന്മയ്ക്കും വലിയ വലിപ്പവും അതിൻ്റെതായ പ്രവർത്തന ശക്തിയുമുണ്ട്. Each and every goodness that we do in this world has its own importance. അതുപോലെ തന്നെയാണ് നാം ആകുന്ന ഓരോ വ്യക്തി ചെയ്യുന്ന ഓരോ തെറ്റിനും അതിൻ്റെതായ വലിപ്പവും ആഴവുമുണ്ട്. So in the same manner, we as one man doing every single mistake has its own importance. പൗലോസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എണ്ണിയാൽ തീരാത്ത മനുഷ്യവർഗം ഭൂമിയിലുണ്ട്. And when Paul was living in this world, there were millions of people living. അതിൽ കൊലപാതകന്മാരുണ്ട്, ദുർമോഹികളുണ്ട്, വളരെയധികം കഠിനമായ ക്രൂരത പ്രവർത്തിച്ചവരുണ്ട്. There were murderers, there were evil men, and there were people who did a lot of sinful acts in the world. എന്നാൽ അവരെ ആരെയും ചൂണ്ടാതെ ഒരു വ്യക്തിയെ പൗലോസ് ചൂണ്ടുന്നത് കണ്ടോ? Do you see he is not pointing out to any of them, but he is only pointing out to that one man. കൂട്ടത്തോടെ മനുഷ്യരെ കൊന്നുമാറ്റിയ രാജാക്കന്മാർ, ചക്രവർത്തിമാർ, ദുഷ്ടന്മാർ അന്ന് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. Even at that time in the world, we see that kings and nobles who killed many people in a row. എന്നാൽ അവരെ ആരെയും പൗലോസ് എടുത്തു കാണിച്ചില്ല. But Paul is not reflecting any one of them. ലോകത്തിന്റെ മുഴുവൻ ശാപത്തിന് കാരണം, ദോഷത്തിന് കാരണം ഒരു വ്യക്തി, One person behind everything in this world. ഏകന്റെ ലംഘനം. And one man's sin. ദൈവമക്കളെ, ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രഹിച്ചാൽ We have to understand the importance of it. തൽഫലമായി മനുഷ്യന് എന്ത് സംഭവിച്ചു? In due time, what happened to man? 5-ാം അധ്യായത്തിലെ അതിന്റെ 6ാമത്തെ വാചകം. Romans 5:6. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ മനുഷ്യർ ബലഹീനരായി. വായിച്ചു. ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. മനുഷ്യർ അഭക്തരായി, മനുഷ്യർ ബലഹീനരായി, മനുഷ്യർ അഭക്തരായി. Man was without strength and man became ungodly. 8ാമത്തെ വാചകം. 8. ക്രിസ്തുവോ നാം പാപികളായിരിക്കും. മനുഷ്യർ പാപികളായി. Man became sinners. 10ാമത്തെ വാചകം. ശത്രുക്കളായിരിക്കുമ്പോൾ മനുഷ്യർ ശത്രുക്കളായി. Man became enemies. ഒരു മനുഷ്യൻ നിമിത്തം മനുഷ്യർ അഭക്തരായി. ഒരു മനുഷ്യൻ നിമിത്തം മനുഷ്യർ ബലഹീനരായി. ഒരു മനുഷ്യൻ നിമിത്തം മനുഷ്യർ പാപികളായി.
ഒരു മനുഷ്യൻ നിമിത്തം മനുഷ്യർ ശത്രുക്കളായി. Because of one man, man became ungodly. They also became disobedient. They also did not have anything and they became sinners. ഞാൻ ചെയ്യുന്ന ഒരു നന്മ നിമിത്തം അതിന്റെ ആഴം വിലപ്പെട്ടതാണ്. One good thing that I do in this world has a great ഞാൻ depth in ചെയ്യുന്ന it. തിന്മ നിമിത്തം അതിന്റെ ആഴവും വിലപ്പെട്ടതാണ്. And one mistake or sin that I do has its own problems. Praise the Lord. Hallelujah. സഹോദരങ്ങളെ, തൽപരമായി നമ്മെ നാം വലുതായി തന്നെ ഇന്ന് രാത്രി കാണണം. We have to look on ourselves and see that we are important. നാം ചെയ്യുന്ന നന്മയ്ക്കും നാം ചെയ്യുന്ന തിന്മയ്ക്കും അതിൻ്റെതായ വലിപ്പം നമ്മിൽ തന്നെ നാം കണ്ടെത്തണം. And we have to identify within ourselves the goodness and the mistakes that we do. രണ്ട് വശത്തെയും നിസ്സാരമായി നാം കാണരുത്. We should not see both parts as a very little thing. ഇന്ന് രാത്രി നാം ചെയ്ത നന്മയ്ക്ക് ലഭിക്കുന്ന അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പഠിപ്പിക്കുന്നത്. But this evening I'm not going to touch base of the goodness and what we are going to receive from it. ഒരു മനുഷ്യൻ ചെയ്ത തിന്മയ്ക്ക് ഫലമായിട്ട് പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു നാം പഠിച്ചതുപോലെ ഒരു മനുഷ്യൻ ചെയ്ത നന്മയ്ക്കും പല ഭാഗങ്ങളും അനുഭവമാക്കാൻ കഴിയും. As we just learned right now, because of one man's offense, the problem that he had to go through, the same manner, if one man's goodness is there, there are many things added to it. ഒരു മനുഷ്യൻ ചെയ്ത പാപം നിമിത്തം അഭക്തർ, ബലഹീനർ, പാപികൾ, ശത്രുക്കൾ. And because of one man's problem or because of his mistake, they became ungodly, disobedient, and many things to it. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇതിന്റെ ആഴമായ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. Now I'm going to draw your attention to the deep meaning of these verses. ആദം എന്താണ് ചെയ്തത്? What did Adam do? ആദം ആത്മഹത്യയാണ് ചെയ്തത്. Adam committed suicide. ഇന്നുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ചിന്തയെ ഞാൻ ആ വഴിക്ക് തിരിക്കുകയാണ്. Till today you have not thought about it, and that's where I'm going to draw your ആദം attention. അനുസരണക്കേട് കാണിച്ചു എന്ന് നാം പഠിക്കാറുണ്ട്. We have learned that Adam disobeyed God. ആദം പഴം തിന്നുവെന്ന് നാം പഠിച്ചിട്ടുണ്ട്. We have learned that Adam ate the fruit. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആഴമുള്ള മറ്റൊരു സന്ദേശം തരികയാണ്. But tonight I'm going to go into a deeper meaning. ആദം ചെയ്തത് ആത്മഹത്യയാണ്. Adam committed suicide. ഈ പഴം തിന്നാൽ മരിക്കുമെന്ന് ആദാമിന് അറിയാമായിരുന്നു. Adam knew if he eats that fruit he will die. കാരണം അവന്റെ മുൻപിൽ ദൈവം പറഞ്ഞ കൽപ്പന നിൽപ്പുണ്ടായിരുന്നു. Because there was this command of God in front of him. രണ്ടാമത് അത് തിന്ന ഒരുവൻ മരിച്ചിരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. And the second thing, he saw that one person ate and she died. അവന് കൂട്ടായി കിട്ടിയ ഹവ്വയാണ് അത് ആദ്യം തിന്നത്. And Eve, who was his partner, ate the first time. തിന്ന സമയത്ത് അവളുടെ തേജസ്സ് നഷ്ടപ്പെട്ടു. And when she ate, she lost the glory. അത് ആദാം കണ്ടതാണ്. And Adam saw it. ആ മരിക്കുമെന്ന് പറഞ്ഞ ആ പഴം മരിച്ച ഒരാളെ കണ്ടത് എടുത്ത് ആദാം തിന്നുകയാണ്. And Adam saw that person who ate, died, and still he ate that fruit. ഈ വിഷം കഴിച്ചാൽ മരിക്കുമെന്ന് അറിയാം, അത് ഞാൻ എടുത്ത് കുടിക്കുന്നത് പോലെ. And the same manner, if you know it is a poison and I still drink it, I know I die. മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. Adam knew that he is going to die and still ate it. അതാണ് അവർ ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. That is why I'm saying that he committed അവർ suicide. ജീവിക്കാൻ വേണ്ടിയല്ല തിന്നത്. He did not eat to live. വിശപ്പ് മാറാൻ വേണ്ടിയല്ല തിന്നത്. Not so that he will not be hungry. അതിനെല്ലാം സ്വാദുള്ളത് കൊണ്ടല്ല അവൻ തിന്നത്. Not because it is tasty. ആദമേ, നീ എന്തിനാണ് തിന്നത്? Adam, why did you eat it? മരിക്കാൻ വേണ്ടി. To die. Hallelujah. എന്തോ സഹോദരൻ, Praise God. ഒന്നാമത്തെ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ ആദാമാണ്. Adam was the first person who committed suicide. എന്തുകൊണ്ട് അവൻ ആ ആത്മഹത്യ ചെയ്തു? Why did he commit the suicide? അവനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഒരു ശക്തിയുണ്ട്. There was a spirit or a power that influenced him to do this. ഹവ്വ എന്തുകൊണ്ട് ആ പഴം തിന്നു? Why did Eve eat the fruit? പുതിയ നിയമം ആ സത്യം വെളിപ്പെടുത്തുന്നു. New Testament reveals the truth. ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചു. With deceiveness, the serpent was with Eve. ഹവ്വ ഒരിക്കലും ചിന്തിച്ചില്ല ഇത് കഴിച്ചാൽ ഇങ്ങനെയാകുമെന്ന്. Eve never thought that I will become like this if I eat this. അവൾ ചിന്തിച്ചത് ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന്. She thought
ഹവ്വ ചതിക്കപ്പെട്ടതാണ്. And which means that she was completely deceived. അതുകൊണ്ട് ഹവ്വയേക്കാൾ ശിക്ഷ ദൈവം കൊടുത്തിരിക്കുന്ന ഹവ്വയെ ചതിച്ച പിശാചിനാണ്. So God has given the ultimate punishment to the serpent more than Eve. നിങ്ങൾക്കറിയാമോ സഹസ്രാബ്ദവാഴ്ച എന്താണെന്ന്? ഇവിടെ നമ്മുടെ കർത്താവ് നമ്മുടെ സഭയെ ചേർത്ത ശേഷം Once the church is being taken away, 7 വർഷം നാം സ്വർഗ്ഗത്തിലായിരിക്കും. for 7 years we will be in heaven. 7 വർഷം ഇവിടെ ആന്റിക്രൈസ്റ്റ് ആണ് ഭരിക്കാൻ പോകുന്നത്. For 7 long years Antichrist will be in this world. പിശാചും മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആ ഭരണകാലത്ത് ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്തും. During that reign, the world will know how Satan and men will be together. ആ കാലത്തിന് പറയുന്നത് മഹാ ഉപദ്രവ മഹാപീഡന കാലം എന്നാണ്. And it is called a great time of persecution. സാത്താൻ ഒരു മനുഷ്യനുമായി സംബന്ധിക്കപ്പെട്ടാൽ ചേർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ആ കാലം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. And if you are able to learn that period, you will know if Satan is joined with the man. അതിനുശേഷം സഭയുമായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വരും. And after that, with the church, Jesus will come back. സാത്താനെ അഗാധ രൂപത്തിൽ പിടിച്ച പൂട്ടും. And the Satan will be locked down there. 1000 വർഷം കർത്താവ് രാജാവായി സഭ പ്രഭുക്കന്മാരായി ഈ ഭൂമിയിൽ വാഴും. For 1000 years, they will reign in this world. 1000 വർഷം ഇവിടെ എല്ലാം സുലഭമായിരിക്കും. And for this 1000 years, everything will be good. ഒറ്റ മൃഗത്തിനും ജന്തുവിനും വിഷം ഉണ്ടായിരിക്കത്തില്ല. And no animal or anything will have a poisonous tooth. അതുകൊണ്ട് സർപ്പത്തെ എടുത്ത് പാവയെ കളിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. So even the serpent, a little child, can take in his hand and play. അങ്ങനെ നാം വായിക്കുന്നു കുഞ്ഞുങ്ങളെ സർപ്പത്തിന്റെ ആ താമസ സ്ഥലത്ത് അവരവരുടെ കൈയിടുമെന്ന്. And we also read that the little children will put their hands inside the hole of the serpent. നിങ്ങൾ യെശയ്യാ പ്രവചനം 65-ാം അധ്യായം വായിക്കുമ്പോൾ Isaiah 65. അവിടെ പ്രത്യേകിച്ച ഒരു വാചകം കാണുവാനായിട്ട് സാധിക്കും. 65-ാം അധ്യായം അതിലെ 25-ാമത് വാക്യം. 65 verse 25. Isaiah. ചെന്നായി കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന്റെ പൊടി ആഹാരമായിരിക്കും. കേട്ടോ, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാചകത്തിന്റെ ഗൗരവം? സിംഹം ഭക്ഷണം മാറ്റി. The lion changes its food habits. അത് കാളയെ പോലെ പുല്ല് തിന്നും. And like the ox, it will eat the straw. സർപ്പത്തിന്റെ വിഷം ദൈവം എടുത്തു മാറ്റും. And the serpent's poison will be taken out. അതുകൊണ്ടാണ് സർപ്പത്തിന്റെ പോതിന് കുഞ്ഞുങ്ങളെ കൈയിടുവാൻ പോകുന്നത്. That is the reason why the children can put their hands into the den or the hole of the serpent. ആ 11-ാം അധ്യായം യെശയ്യാ പ്രവചനം 6-ാമത്തെ വാചകം. Isaiah 11 verse 6. 6, 7, 8 ഒക്കെ വായിച്ചു. 11-ാം അധ്യായം 6 മുതൽ വാക്യം. Chapter 11 verse 6 to 8. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോട് കൂടെ മേയും, അവരുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണ്ണനിയുടെ പൊത്തിൽ കൈയിടും. കണ്ടോ, എല്ലാത്തിന്റെയും വിഷം മാറും, വിരോധം മാറും. സിംഹം കാളയെ പോലെ പുല്ല് തിന്നും. During that time, all the poisonous things will be taken out, and even the wild animals will eat the straw. 45-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് സർപ്പം എന്തോ കഴിക്കുമെന്നാണ്. കണ്ടോ, But what did we read in 65? ഇവൻ പൊടി തിന്നാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. He is not in the world to eat the dust. ഹവ്വയെ ചതിപ്പാൻ വേണ്ടി സാത്താന് നിന്നു കൊടുത്തതിനാൽ അന്ന് ദൈവം കൊടുത്ത ശിക്ഷയാണ് സർപ്പത്തിനെ പൊടി തിന്നാൻ. So that is the time when God gave the punishment to the serpent to eat the dust when he deceived Eve. ദൈവം നമ്മുടെ കർത്താവ് നാം ഒരുമിച്ച് ഭൂമിയിൽ 1000 ആണ്ട് വാഴുമ്പോൾ എല്ലാ സൃഷ്ടിക്കും 100% നന്മയായിരിക്കും അനുഭവം. And when Jesus is going to reign in this world with us for 1000 years, all the creations will be 100% over there. ദൈവം സൃഷ്ടിച്ചതിൽ ഒന്നിനും മാത്രം പാപത്തിൽ
ശിക്ഷ തുടരേണ്ടി വരും. But only one creation has to continue on the sin that person has done. എത്ര ഭയങ്കരമാണ് ഓർത്തു പോയി. Hallelujah. ഗൗരവമായ ദൈവമക്കളത് മനസ്സിലാക്കണം. നമ്മൾ സാത്താന് വേണ്ടി നിന്നു കൊടുത്താൽ അത് ഭയങ്കര ശിക്ഷ പ്രാപിക്കുന്ന അനുഭവം. If we stand for Satan, we are eligible for a great punishment. 1000 വർഷം അത് കൊടുത്തിട്ടേ മതിയാകത്തുള്ളൂ. For 1000 years, the snake has to eat the dust. നാം സാത്താന് വേണ്ടി നിന്നു കൊടുത്താൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ശിക്ഷയുടെ വലിപ്പം അത് ചിന്താതീതം ആണ് സഹോദരങ്ങളെ. If we stand with Satan in everything, the punishment that we are going to get from God, we cannot even imagine. അതുകൊണ്ട് നമ്മുടെ ജീവിതം In our life, we should not give a place for Satan. ഞാൻ തിരിച്ചു വരട്ടെ. Let me come back. ഹവ്വ ഇങ്ങനെ പിശാചിനാൽ ചതിക്കപ്പെട്ടതാണ്. And Eve was deceived by Satan in this manner. അവൾ ഒരിക്കലും ആ പഴം തിന്നുമ്പോൾ മരിക്കുമെന്ന് ചിന്തിച്ചില്ല. ഒന്നുകൂടെ പ്രമോഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചത്. Many times in her life, she never thought that she will die because she ate the fruit. She thought she had an added promotion to become like God. ആദാം പഴം തിന്നത് ദൈവത്തെ പോലെയാകാനല്ല. But Adam did not eat the fruit to become like God. നിങ്ങൾ ഇതിന്റെ ആഴം ഗ്രഹിക്കണം ഇന്ന് രാത്രി. This night we have to understand the deeper meaning about it. ആദാം, നീ എന്താ പഴം തിന്നത്? Adam, why did you eat the fruit? നിന്നോട് പിശാച് പറഞ്ഞോ തിന്നാൻ? Did Satan tell you to eat it? നിനക്ക് പ്രോമിസ് ചെയ്തോ ദൈവത്തെ പോലെ നീ ആകുമെന്ന്? Did Satan promise that you will become like ആദാം God? പറയും, എന്നോട് സർദാം പറഞ്ഞില്ല. Adam will say, God did not tell me. ഞാൻ ദൈവത്തെ പോലെയാകാനല്ല തിന്നത്. I did not eat because I want to become like God. എന്താ നീ തിന്നത്? Then why did I eat? Hallelujah. അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ നമുക്കറിയാം. So in Genesis we can read it. ദൈവം ആദാമിന്റെ അടുക്കൽ ഇറങ്ങി വന്നു. God came to Adam. ആ സമയത്ത് ദൈവം ആദാമിനോട് പറയുകയാണ്. അതിന്റെ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 3:17 Genesis. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആദാം എന്ന് ആര് പുത്രൻ? So why did Adam eat it? ആദമേ, നീ എന്താ പഴം തിന്നത്? Adam, why did you eat it? നിന്നോട് സർപ്പം തിന്നാൻ പറഞ്ഞില്ലല്ലോ. Serpent did not tell you to eat it. നീ ദൈവത്തെ പോലെയാകാനല്ലോ കഴിച്ചത്. You did not eat that you will become like നീ God. തിന്നാൻ എന്താ കാര്യം? Why did you eat it? കണ്ടോ? ആരാ ആദാമിനോട് തിന്നാൻ പറഞ്ഞു? Whom did പറ. tell to Adam? ആരാ തിന്നാൻ പറഞ്ഞേ? ആര്? ഹവ്വ പറഞ്ഞിട്ടാ ആദാം തിന്നത്. Because Eve said that ദൈവത്തെ പോലെയാകാനല്ല തിന്നത്. not because you want to become like God. ഹവ്വയെ പോലെയാകാൻ. Because you wanted to become like Eve. ഹവ്വ പഴം തിന്നു കഴിഞ്ഞപ്പോൾ അവളുടെ തേജസ്സ് നഷ്ടപ്പെട്ടു. When Eve ate the fruit, she lost her അവൻ glory. അപ്പോഴും തേജസ്സ് നിൽക്കുക. Until now, Adam is in his glory. അവൻ തിന്നാതിരുന്നാൽ തേജസ്സുള്ളവനായി തുടരാം. If he doesn't eat it, he can continue in that glory. അവൻ തിന്നാൽ ഹവ്വയെ പോലെ തുടരാം. And if he eats it, he can become like Eve. അവന്റെ മുമ്പിൽ 2 വഴി തുറന്നു കിട്ടി. 2 ways open in front of him. ഒന്നുകിൽ ദൈവം പറഞ്ഞതനുസരിക്കുക, Either listen to what God has told him, തേജസ്സിൽ തുടരുക. continue in his glory. അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞതനുസരിക്കുക, Other listen to his wife തേജസ്സ് നഷ്ടപ്പെടുത്തുക. and lose his glory. ആദാം ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. Adam decided to commit suicide. മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട്, മരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പഴം വാങ്ങി തിന്നു മരിച്ചു. Even though he knew that he will die, he took that fruit and ate it. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് പൗലോസിനെ കൂടെ രേഖപ്പെടുത്തിയത്. This is where the Holy Spirit revealed through Paul. എന്താണ് ഈ ശത്രുതയ്ക്ക് കാരണം? What is the reason for this enmity? എങ്ങനെയാണ് മനുഷ്യർ പാപികളായത്? How did man become sinners? എങ്ങനെയാണ് മനുഷ്യർ അഭക്തരായത്? How did man become ungodly? എങ്ങനെയാണ് മനുഷ്യർ ബലഹീനരായത്? How did man lose his strength? എങ്ങനെയാണ് മനുഷ്യർ ദേശം നഷ്ടപ്പെടുത്തിയത്? How did man lose his glory? എങ്ങനെയാണ് മനുഷ്യർ ദൈവത്തിൽ നന്ദിപ്പെട്ടത്? How did man become distant from എങ്ങനെയാണ് God? മനുഷ്യൻ മരണത്തിനും പാപത്തിനും പിശാചിനും അധീനപ്പെട്ടത്? How did man become under the Satan and every sin? Because of one man's offense. Because of one man's offense. Hallelujah. സഹോദരങ്ങളെ, നമ്മൾ ദൈവവചനത്തിന്റെ ആഴം ഇന്ന് രാത്രി പഠിക്കുന്നത്
ഒരു പുസ്തകം മുഴുവനായി മാറാനല്ല, ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മെ കാക്കാനാണ്. We are not learning the deep meaning of the word of God, not to become like a bookworm or to gain some knowledge, but to review into our lives to see what needs to be done. ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിൽ നിങ്ങളോട് ഏറ്റവും അടുത്ത വ്യക്തിയാണെങ്കിൽ പാപത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ അതിനെ ജയിക്കണം. Let me tell you, even if you have the closest people in your life, if they are influencing you to sin, you have to run away from it. അതിന്റെ ശക്തി, അതിന്റെ ആഴം, അതിന്റെ പ്രതിഫലനം നാം ചിന്തിക്കുന്നതിലപ്പുറമാണ്. Because more than what we can imagine is the consequence of that sin. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പല ആവർത്തി ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കണം. So whenever we say a suggestion or we tell to somebody anything, we have to think many times. ഹല്ലേലൂയ. Hallelujah. സഹോദരങ്ങളെ, എന്നാൽ പലപ്പോഴും നമ്മൾ ആദാമിനെയും ഹവ്വയെയും മനസ്സിലാക്കുന്നെങ്കിലും ഈ വലിയ വിപത്ത് ഗ്രഹിക്കാത്തവരാണ്. So many times we will understand about Adam and Eve, but we don't understand about the great tragedy in our lives. ഹല്ലേലൂയ. Amen. പാപവും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് ഇന്ന് രാത്രി പരിശോധിക്കുക. This night we have to analyze what is the connection between us and the sin. എന്താണ് പാപം? What is sin? വേദപുസ്തകത്തിൽ പാപങ്ങളായി രേഖപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. There are many things listed in the Bible which will relate with sins. എന്നാൽ പാപത്തിന്റെ ആഴം ഗ്രഹിച്ചിട്ട് പാപം എന്താണെന്ന് മനസ്സിലാക്കി പാപത്തിന്മേൽ ജയമെടുക്കണം. So we need to understand what is sin, and we have to overcome every act of sin in our lives. ആദാമിന്റെ ആത്മഹത്യ അവന്റെ മകനെ കൊലപാതകനാക്കി. Adam's sin made his son a murderer. ലോകത്തിൽ ആദ്യമായി ഒരു കുഞ്ഞ് ജനിച്ചത് ഒരമ്മയ്ക്ക് കയ്യിനാണ്. Cain was the first born in this world for a mother. അത് ജനിച്ചവനെ അവള് പറഞ്ഞത് കേൾക്കണോ? യഹോവയാൽ എനിക്കൊരു പുരുഷപ്രത കിട്ടി. And the moment he was being given into this world, she said, because of Jehovah, I got a male child. എന്നാൽ യഹോവയാൽ കിട്ടിയില്ല. But he not received by Jehovah. വേദപുസ്തകം പറയുന്നു കയീൻ സാത്താനിൽ നിന്നുള്ളവനായി. And the Bible teaches us Cain became with the Satan. Praise the Lord. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലകറക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഹവ്വ വിചാരിച്ചു കിട്ടിയത് സ്ത്രീയുടെ സന്തതി ദൈവം കൊടുത്തതാണ്. And when Eve thought that when God promised that the child would tamper the head of the serpent, she thought about Cain. ലോകത്തിൽ ആദ്യം ജനിച്ച ഉണ്ടാക്കിയതാണ് ദൈവം ആദമിനെ ഹവ്വയെ. ഒരമ്മ പ്രസവിച്ച ആദ്യത്തെ മകനാണ് കയീൻ. Cain was the firstborn that has been given as a proper birth into this world. അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. It's beyond our thinking the importance of ഈ it. ലോകത്തിൽ ദൈവം പറഞ്ഞതനുസരിച്ച് ആദ്യം ജനിച്ച കുഞ്ഞ്, According to what God has said, the firstborn into this world. നമുക്കൊക്കെ അറിയാം രാജകൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ വലിപ്പം എത്രയാണെന്ന്. We know if a child is born in a palace, how important it is. ഏതൊരു ദൈവം കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് ഭൂമിയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട ആദ്യം ജനിച്ച കുഞ്ഞ്. With the promise given in Eden, the firstborn into this world. എത്ര വേദനയോടെ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിന് പേരിട്ടത് കയീൻ സാത്താനിൽ നിന്നുള്ളവനായി. And how much painfully the Spirit of God had to write that Cain belonged to ഞാൻ വീണ്ടും Satan. നിങ്ങളോട് പറയുന്നു സഹോദരങ്ങളുടെ ആരാധന ഗ്രഹിച്ച് ദൈവം ഉണ്ടാക്കി ഈ ഭൂമിയിൽ ദൂതന്മാർക്ക് മക്കളില്ല, സ്വർഗീയ സേനകൾക്ക് മക്കളില്ല. ദൈവസാധനം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ആദ്യമുണ്ടായ കുഞ്ഞ് ദൈവം നോക്കുമ്പോൾ പിശാച് സന്തോഷിക്കുന്നു. And can you imagine in the creation of this whole earth, the angel doesn't have children, but the firstborn into this world belonged to Satan. അവൻ വളരുമ്പോൾ നിങ്ങൾ നോക്കുക, Look at him when he's growing. അവൻ കൊലപാതകനായി. He became a murderer. ഇനി മുന്നോട്ട് ദൈവമക്കൾ നോക്കുക, And look ahead. കൊലപാതകങ്ങളുടെ പട്ടിക കൂടുകയല്ലേ. And the murderer list is just increasing.
മനുഷ്യപുത്രൻ വിളിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവ്. Only Jesus Christ can be called a person who was completely perfect in everything. ആ കർത്താവിനെ പോലും മനുഷ്യൻ കൊന്നുമാറ്റി. And even that Lord Jesus was killed by man. ഒന്നാമത്തെ കൊച്ചൻ മുതൽ ഇന്ന് വരെ കൊലപാതകങ്ങളുടെ കൊലയെല്ലാം കൂടുകയാണ്. From the first murder of Abel till now, the murder list is just increasing. എവിടുന്നാണ് ഈ കൊലപാതകം വന്നത്? From where did this murder start? ഒരു ആത്മഹത്യയുടെ അപ്പുറം നിന്നാണ് ഈ കൊലപാതകം ആരംഭിച്ചത്. It came from a father who committed suicide. ദൈവം പറഞ്ഞതിനേക്കാൾ ഒരു സ്ത്രീയുടെ വാക്കിന് വലിപ്പം കൊടുത്ത മനുഷ്യൻ നിന്നാണ് ഈ കൊലപാതകം ആരംഭിച്ചത്. This murder started from a person who did not heed to God's word and obeyed his wife's ഈ word. ഭൂമിയിൽ ജനിക്കുന്ന യാതൊരു മനുഷ്യനെ പോലും കൊല്ലുവാൻ ആ കൊലപാതകത്തിന് താല്പര്യമുണ്ട്. And that murderer can kill any holy person that has been born into this world. ആന്റിക്രൈസ്റ്റ് കയറി വന്നിട്ട് ചെയ്യാൻ പോകുന്ന കൊലപാതക പട്ടിക പഠിച്ചാൽ പേടിച്ചു പോകും. And if we learn about Antichrist when he reigns, about the murder that he's going to do, we'll be amazed. ഇന്ന് കൊലപാതക പട്ടിക നീളുകയല്ലേ സഹോദരങ്ങളെ? And these days we will see that the murderers are just increasing. ആരും പിടിച്ചാലും നിൽക്കത്തില്ല. If anybody tries to stop, it will never stop. അങ്ങനെ ഒന്ന് മനുഷ്യരിൽ കൊലപാതകം ശക്തിപ്പെടുന്നു. The first thing is in man, murder increases. രണ്ട്, ഒരു ജന്തു തെറ്റ് ചെയ്തതിനാൽ അഥവാ സർപ്പം പിശാചിന് നിന്ന് കൊടുത്തതിനാൽ ജന്തു വർഗം ശിക്ഷിക്കപ്പെട്ടു. That's why, because one snake or serpent sinned, that's the reason the entire thing was completely cursed. സഹസ്രാബ്ദത്തിലെ ഇനി ജന്തുക്കളുടെ സ്വഭാവം മാറത്തുള്ളൂ. And even over here we see only their character is going to change. ഒരു പഴം തിന്നതിനാൽ സസ്യവർഗം ശിക്ഷിക്കപ്പെട്ടു. Because when fruit was eaten, the entire plants were taken away. ഇവിടെ മുള്ളും പറക്കാരെയും മുളയ്ക്കാൻ തുടങ്ങി. We see thorns and other things that are growing. ഇവിടെ ചെയ്യാനും പഠിക്കാനും തുടങ്ങി. And it started to get rotten over here. മാറാനും കഴിയാനും തുടങ്ങി. And it started to fade and started drying off. അത് അങ്ങനെ സസ്യവർഗം ശിക്ഷിക്കപ്പെട്ടു. And the same way the entire plant kingdom was taken away. ഭൂമി ശപിക്കപ്പെട്ടു. The earth was cursed. ഈ ഭൂമി വീര്യം തരാതായി. And it did not give, the earth did not give anything else. ഈ ഭൂമി പല അവസ്ഥകളായി ബാധിക്കപ്പെട്ടു. And the earth was divided in many. മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടു. Man was അവൻ കൊലപാതകനായി. he became a murderer. ജന്തുവർഗം ശിക്ഷിക്കപ്പെട്ടു. The plant kingdom was അവൻ കടിച്ചു കീറാൻ തുടങ്ങി. they started to completely സസ്യവർഗം suffer. ശിക്ഷിക്കപ്പെട്ടു. And the plant kingdom മാറാനും കഴിയാനും തുടങ്ങി. started drying off. ഭൂമി ശിക്ഷിക്കപ്പെട്ടു. The earth was punished. പാപത്തിന് ശക്തി നിങ്ങൾക്ക് മനസ്സിലായോ? Do you see the power of sin? പാപത്തിന് ശക്തിയുണ്ട്. The sin has a power of its own. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാപത്തിനെതിരെ ദൈവമക്കൾ നിൽക്കണമെന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. That's why I'm teaching children of God that we have to stand against sin. നിങ്ങൾ പാപത്തെ ബലഹീനത എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണരുത്. Do not say that sin is just a common thing and just take it away. പാപത്തിന് ശമ്പളമുണ്ട്. There is wages of sin. അത് സ്വർഗ്ഗം തീരുമാനിച്ചിരിക്കുന്നതാണ്. And that is decided by heaven. മായ്ക്കാൻ ആർക്കും കഴിയത്തില്ല. Nobody can wipe it off. പാപത്തിന്റെ ശമ്പളം മരണമാണ്. For the wages of sin is death. പാപത്തിന് ഫലമുണ്ട്. And the sin also has fruit. അത് കായ്ക്കുന്നത് മരണത്തിനുള്ള ഫലമാണ്. And the fruit that is coming out is for death. നിങ്ങൾ റോമാലേഖനത്തിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തി അതിന്റെ വാക്യം Romans 7:5. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപ രാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം കണ്ടോ, മരണത്തിന് പാപരാഗം ഫലം കായ്ക്കും. ദൈവമക്കളെ, ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? പാപം ചെയ്താൽ അവിടെ കൊണ്ട് നിൽക്കത്തില്ല. നിങ്ങളൊരു വിത്ത് പൊഴിച്ചു വയ്ക്കുന്നത് പോലെ, നനയ്ക്കുന്നത് പോലെ പാപം ചെയ്യുന്നതിന് ഫലം വെളിയിൽ വരും. ആ വെളിയിൽ വരുന്ന ഫലത്തിനെല്ലാം കൊടുക്കുന്ന പേര് കണ്ടോ, മരണത്തിന് ഫലം കായ്ക്കും.
If a sin is done, it will give fruit, and that is dead. The same way how you put in a seed and you sow and water it, how is giving a fruit out. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22-ാമത് വാക്യം. Ephesians 4:22. മുമ്പത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ചതിമോഹങ്ങളാൽ പോയ പഴയ മനുഷ്യൻ കണ്ടോ, പാപത്തിന് ചതിമോഹമുണ്ട്. For sin there is deceitful lust. ഇതിനകത്ത് പലതും ഉൾക്കൊണ്ട് കിടക്കുകയാണ്. Many things are hidden within it. പാപത്തിന്റെ അകത്ത് ചതിക്കുന്ന മോഹം കിടപ്പുണ്ട്. Inside the sin there are deceitful lusts. അതാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ മരണത്തെ പ്രസവിക്കും. That's why once you have everything, then you are giving birth. With that lust you're giving birth to death. ഈ പാപത്തിന്റെ ഫലം നിന്ന് പ്രവർത്തിക്കും. And will stand and it will start working. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല. It's not what we think. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ശക്തമായി നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏകന്റെ ലംഘനത്താ. That's why I'm teaching you this message this evening, because of one man's offense. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 5-ാം അധ്യായം വായിച്ചു നോക്കണം. എത്ര ആവർത്തിയാണ് ഒരു മനുഷ്യനെ മാത്രം പേര് പറയുന്നത്, ഏകൻ ഏകൻ ഏകൻ. Go back home and read that Romans chapter 5, and from that portion see, because of one man, the consequences. ഇന്ന് രാത്രി മുഴുവൻ ഞാനിവിടെ പ്രസംഗിച്ചാലും ആദാമിനിമിത്തമുണ്ടായ പാപത്തിന്റെ ഫലങ്ങളുടെ ഭീകരത പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. Even though I stand the whole night and preach, I cannot conclude the seriousness of the sin that Adam did. അതിന്റെ ഭയങ്കരത നമുക്ക് മനസ്സിലാകണമെങ്കിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ. If we need to know the ultimum of it, we have to look at Calvary. പാപത്തിന്റെ ശിക്ഷയുടെ വലിപ്പം കാണുമ്പോഴാണ് പാപത്തിന്റെ ശക്തിയുടെ വലിപ്പം ദൈവങ്ങൾക്ക് മനസ്സിലാകുന്നത്. Only when we understand what that sin was, we will understand the importance of it. ഹല്ലേലൂയ. Hallelujah. സഹോദരങ്ങളെ, അതുകൊണ്ട് പാപത്തോട് ഒരു സഹതാപ മനോഭാവം നമുക്ക് ആർക്കും തോന്നരുത്. So never we should have a pity towards doing sin. Praise the Lord. ഇന്ന് ലോകം പാപത്തെ നിസ്സാരമായി കാണുന്നു. Now the world is looking at sin as a normal thing. ഞാൻ വളരെ വേദനയോടെ ഈ രാത്രി പറയുന്നു, പെന്തിക്കോസ്തുകാരും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരും ആരാധന പങ്കുചേരുന്നവരും പാപത്തെ ചെറുതായി ഇന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നു. And with great sadness, let me tell you, even the Pentecostals and so-called children of God are looking at sin as a very small thing. എന്തുകൊണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് പാപത്തോട് ഒരു ശത്രുത ഉണ്ടാകുന്നില്ല? Why children of God cannot have an enmity towards sin? നമ്മുടെ ശത്രുത തമ്മിൽ ആരാധിക്കുന്നവരോടും നമ്മെ പോലെയുള്ള മനുഷ്യരോടുമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നമുക്ക് പാപത്തോട് ഒരു ശത്രുത ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. Our enmity are towards the people with whom we worship and other people, but this night I'm teaching you our enmity should be towards sin. നിന്റെ ശത്രുവിന്റെ തോളിൽ നീ കൈയിട്ടുകൊണ്ട് നടക്കും. Will you lay hands in the shoulder of your enemy and you walk? അങ്ങനെയാണെങ്കിൽ പാപത്തോട് നിനക്ക് എന്ത് സന്ധിയാണ് രാത്രിയുള്ളത്? So what relation of friendship do you have with sin? ഒരു വിശ്വാസി പാപത്തെ വെറുക്കണം. A believer should hate ഒരു sin. വിശ്വാസി പാപത്തെ അറക്കണം. A believer should completely ഒരു hate sin. വിശ്വാസി പാപത്തെ കീഴ്പ്പെടുത്തണം. A believer should completely ഒരു subdue വിശ്വാസി sin. പാപത്തിന്റെ ജയമെടുക്കണം. A believer should be victorious over sin. Hallelujah. ഹല്ലേലൂയ. Praise God. നമുക്കത് സാധിക്കത്തില്ലേ സഹോദരങ്ങളെ? Isn't that possible for us ഇത് ഞാൻ today? നിങ്ങളെ ആ വഴിയിലേക്ക് തിരിക്കാം. Let me turn your attention to this. കൈയോട് ദൈവം എന്തുവാ പറഞ്ഞേ? What did God tell Cain? നീ അതിനെ കീഴ്പ്പെടുത്തണം. You have to subdue it. കേട്ടോ? പാപത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. നീയോ അതിനെ കീഴ്പ്പെടുത്തണം. Sin is at your doorstep and its attention is towards you, but you have to subdue it. നിങ്ങൾക്ക് ആ വാക്യം അറിയാൻ ഞാൻ വായിപ്പിക്കുക. ഉൽപ്പത്തി 4:7. Genesis സ്തോത്രം 4:7. സ്തോത്രം.
4:7 ശക്തിയായി വായിച്ചാൽ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. ദൈവത്തിന് പറയാൻ വയ്യായിരുന്നോ? കുഞ്ഞാണി കൈകൊട്ടി കിടന്നോ, ഞാൻ കീഴ്പ്പെടുത്തി തരാമെന്ന്? Couldn't God could have said that you don't have to worry about it, I will rule for you? Couldn't God could have said, I will appoint the Gabriel and Michael towards there and you don't have to worry? God didn't say that. God said you have to do it. You have to rule over it. Do not be mistaken that God will help you to come out of sin. And you have been given that ability and once before you have been born into this world. Hallelujah. Praise the Lord. Hallelujah. If you see a red light and you move your car ahead and you end up in an accident, who is responsible? പാപമാണെന്ന് മനസ്സിലാക്കി തന്നിട്ട് നമുക്കത് കീഴ്പ്പെടുത്താൻ മനസ്സില്ലെങ്കിൽ ദൈവം ഉത്തരവാദിയല്ല. If sin has been said that this is sin and we are not able to rule over it, then God is not responsible for it. ദൈവം ഇങ്ങനെ പറയും, നീ ചെയ്യാവുന്ന വേഗത്തിൽ ചെയ്തോളാം. God will say, what you have to do, just do it. അയ്യോ യൂദായെ എന്നെ കാണിച്ചു കൊടുക്കല്ലേടാ, ഇത്രയും നാൾ കൂടെ കൊണ്ടുവരുന്നതല്ലേ. ദൈവം അങ്ങനെ യേശു യൂദയോട് അങ്ങനെയൊന്നും പറയും. Jesus will not tell to Judas Iscariot that, hey, I'm with you for a few years, don't show who I am. Hallelujah. നീ ചെയ്തോളാം, വേഗത്തിൽ ചെയ്യാനാ പറഞ്ഞത്. Jesus is saying, do what you want to do. നമുക്കൊരു ധാരണയുണ്ട്, ദൈവം ഇങ്ങനെയുള്ള കാര്യത്തിന് സഹായിക്കത്തില്ല. We may think that God will help us, but for these things He will not help you. രാവിലെ പല്ല് തേക്കാൻ ദൈവം സഹായിക്കും. The first thing in the morning to brush your teeth, will God help you? നമ്മൾ കുളിക്കാൻ ദൈവം സഹായിക്കും. Will God help you taking shower? ഗബ്രിയേലൊന്നും വന്നല്ല നമുക്ക് പൈപ്പ് ഓൺ ചെയ്തു തരുന്നത്. Gabriel is not coming there and opening the tap for you. നമ്മുടെ കൈകൊണ്ട് നമ്മൾ തുറക്കുക. We have to open it. സഹോദരങ്ങളെ, പാപമാണ് ദൈവം ബോധ്യപ്പെടുത്തി തരും. God will reveal that sin is sin. നീയോ അതിനെ കീഴ്പ്പെടുത്തണോ? You have to rule over it. ഹല്ലേലൂയ. എങ്ങനെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത്? How can we rule over it? ലോത്തിനെ കുറിച്ച് എഴുതിയ ഒരു വാചകം പത്രോസ് എഴുതിയിട്ടുണ്ട്. Peter has written a word about സെക്കൻഡ് പീറ്റർ രണ്ടാം അധ്യായം 7-ാമത്തെ വാക്യം. 2:7. 2 Peter 2 verse 7. കണ്ടോ, ഒരു നോവുണ്ടാകണം അകത്ത്. നീ ശരിയായതാണോ എന്ന് അറിയാനുള്ള ലക്ഷണം ഇതാ. നീതിയുള്ള മനസ്സാണെങ്കിൽ അധർമ്മം കാണുമ്പോൾ നിന്റെ അകത്ത് എന്തോ ഉണ്ടാകും? വേദനയുണ്ടാകും. You need to be oppressed. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. 2:7 വീട്ടിൽ നിന്ന് വായിച്ചാലും മതി. പത്രോസിന്റെ എത്ര അധ്യായമുള്ളൂ, മൊത്തം വായിച്ചാലും കുഴപ്പമില്ല, ഇത് കിട്ടിക്കോളൂ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നീ ഗുണപ്പെട്ടതാണെന്ന് അറിയാനുള്ള ലക്ഷണമായി. To see that if you are really in the spirit, this you are. പാപം കാണുമ്പോൾ നിന്റെ അകത്തെ വേദന ഏതളവില്ല. When you see sin, how much oppressed are you within you? ഒരു നിസ്സാരമായി നീ അവയെ കാണുകയാണ്. You're just looking at it as a normal way. എല്ലാവരും അങ്ങനല്ലേ? അതുകൊണ്ട് ഇങ്ങനല്ലേ നമ്മുടെ പലപ്പോഴത്തെ ചിന്ത. Many times we think, oh, everybody is that way, so let it go in that manner. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപത്തെ നിസ്സാരമായി കാണാൻ കഴിയത്തില്ല. If the Spirit of God is within you, then you cannot see sin as a light thing. നിങ്ങളുടെ അകത്ത് വേദനിക്കും. Inside your heart. നിങ്ങളുടെ അകത്ത് സത്യത്തിൽ വേദനയുണ്ടെങ്കിൽ, and inside your heart, if you are truly oppressed, നിങ്ങൾ ജീവൻ കൊടുത്തും പാപത്തിനെതിരായി പോരാടും. You may even give your life and you will go against sin. എബ്രായ ലേഖനം 12-ാം അധ്യായം Hebrews 12 അതിന്റെ 4-ാമത്തെ വാക്യം. verse 4. ശക്തിയായി വായിച്ച് ദൂതെടുത്തു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി. 12-ന്റെ 4 ആണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കണ്ടോ, ഇതാണ് എബ്രായ വിശ്വാസികൾക്ക് പറ്റിയ കുഴപ്പം. This is അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? പാപത്തോട്
എവിടം വരെ? മരണം വരെ. മരണം വരെ. Hallelujah. നീ മരിക്കേണ്ടി വന്നാലും നീ പാപത്തെ കീഴ്പ്പെടുത്തണം. Even though you have to die, you have to go against sin. ഇന്നെന്താണെന്നറിയാവോ? കാണുന്നതിനൊക്കെ നമ്മള് സ്നേഹത്തോടെ ചിരിച്ച് മാറിപ്പോകുന്നത് നമുക്ക് പലരെയും കണക്കാൻ പേടിയുള്ളതുകൊണ്ട്. Do you know why these days we just walk away from things? Is because we do not want to upset anybody. എന്നാൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കണ്ടോ? But do you see the Spirit of God teaching us? നീ ഇത് പാപമാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ വരം ചെയ്യണമെന്നല്ല, നിനക്ക് മരണം സംഭവിക്കേണ്ടി വന്നാലും നീ പാപത്തോട് എതിർക്കണം. And here the Spirit of God says that if you know if it is sin, no matter they isolate you, till the end of your life, you have to resist sin. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ പാപം കാണുമ്പോൾ, പാപം കേൾക്കുമ്പോൾ, പാപ പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ അകത്ത് വേദന വരുന്നുണ്ടോ? Are we really oppressed when we see or speak or do sin? ഇതിനെ കീഴ്പ്പെടുത്തുവാൻ എനിക്ക് ദൈവം പ്രാപ്തി തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അകത്ത് ഉറയ്ക്കുന്നുണ്ടോ? Have you ever been strong within you that God has given me the courage to rule over it? ഈ പാപത്തെ ഞാൻ പോരാടി തോൽപ്പിക്കണം, എനിക്ക് മരണം സംഭവിച്ചാലും ഞാൻ പിന്മാറത്തില്ലെന്ന് ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടോ? Do you take a decision within yourself that this sin I will completely resist, I will overcome, and God will give me the power to do it? ഇതായിരിക്കണം ഒരു ദൈവവേദന പാപത്തോടുള്ള ബന്ധം. This should be the relation that you need to have with sin. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല സഹോദരങ്ങളെ. But many times we are not in that manner. നമ്മൾ എല്ലാത്തിനും ഓക്കെ പറയുന്നവരായി മാറിയിരിക്കുക. Many times we say okay to every sin. പിന്നെ മാറി എന്നുവെച്ച് വേണമെങ്കിൽ വല്ലതൊന്ന് പറഞ്ഞേക്കും അത്രയും. Or maybe we may just stand apart and say something else. സ്വന്തം ചേട്ടനാണെങ്കിലും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയുടെ കൂടെ നിൽപ്പാൻ മോശയ്ക്ക് കഴിയത്തില്ല. Even though if it is his own brother, when he is coming down to the mountain, he cannot support him. വേറെ അനിയനോ വേറൊരു ചേട്ടനോ മോശയ്ക്കില്ല. Moses doesn't have any other brothers. ദൈവത്തോട് പറഞ്ഞു മേടിച്ചതായി ഈ ചേട്ടനെ മോശയുടെ കൂടെ. And Moses asked God to give Aaron, and then he എനിക്ക് gave. തടിച്ച നാവും മിക്കുമാണ്, എന്റെ ചേട്ടൻ നല്ല വാക്ക് പറയാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ ചേട്ടനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു ചോദിച്ചു മേടിച്ചതാ ദൈവത്തോട്. And Moses said that he cannot speak well, my brother can, and he requested God and asked him. 40 വർഷത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ ഒരു കൂട്ടായി മോശയ്ക്കുണ്ടായിരുന്നു അവന്റെ ചേട്ടൻ. And after 40 years when he came back, the only support for him was his brother. ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് യഹോവയ്ക്ക് വേണ്ടി സംസാരിപ്പാൻ മോശയുടെ കൂടെ പോയത് അഹരോനാണ്. And Aaron was the person who went with Moses to Pharaoh's palace to speak to him. ചുരുക്കി പറഞ്ഞാൽ മോശയ്ക്ക് എല്ലാമായിരുന്നു അഹരോൻ. And Aaron was everything for Moses. അഹരോനെതിരായിട്ടാണ് മോശ ശക്തി പ്രാപിച്ചത്. And against that, Moses gained strength. പർവ്വതത്തിൽ ഇറങ്ങി വന്നവന് ചേട്ടനായി കാണാൻ കഴിഞ്ഞില്ല. When he came down from the mountain, he cannot see his brother like his brother. അത്ഭുതമായി എന്ത് സംഭവിച്ചുവെന്നറിയാമോ? You know, in due time what happened? മോശ പറഞ്ഞപ്പോൾ അതേ അനുഭവത്തിൽ ഒരു കൂട്ടർ മാറ്റപ്പെട്ടു. And the moment Moses said there was one separated people there. പക്ഷത്തുള്ളവൻ മാറാൻ പറഞ്ഞപ്പോൾ When one person should be apart from Jehovah one side. എന്തുകൊണ്ട് ലേവി ഗോത്രം മാറി വന്നു? Why did the Levite tribe come out? സ്വന്തം ജീവിതത്തിലെ ആ അനുഭവം മോശ കാണിച്ചു കൊടുത്തു. Because in his own life Moses showed experience. അവൻ ചേട്ടന്റെ പാപത്തെ നിസ്സാരമായി കണ്ടിരുന്നെങ്കിൽ If he only saw that his brother's sin was normal. ചേട്ടന്റെ പാപത്തിനെതിരായി പറയാതിരുന്നെങ്കിൽ If he would have not said anything against his brother's sin. പറയുന്ന വാക്കനുസരിച്ച് മാറാൻ ഒരു കൂട്ടരെ കിട്ടത്തില്ലായിരുന്നു. Then he would have not have gone and tried to come out of there. എന്നാൽ മോശ ദൈവത്തെ വലുതായി കണ്ടു. Moses looked at God as തന്റെ important. ചേട്ടനെ വലുതായി കണ്ടില്ല. He did not see his brother as important. ചേട്ടന്റെ സഹായത്തെക്കാൾ More than the help of his brother. പാപത്തിന്റെ വലിപ്പത്തെ അവൻ വലുതായി കണ്ടു. He looked at the sin and looked at the great opponent. Hallelujah. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാം, മോശ പറഞ്ഞപ്പോൾ ജനം മാറി വന്നതിന്റെ വലിപ്പം. നിങ്ങൾ ആവർത്തന പുസ്തകം എടുത്തേ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ 33-ാം അധ്യായം
Deuteronomy 33, അതിന്റെ 9-ാമത്തെ വാചകം. verse 9. ലേവിയെ കുറിച്ച് പറയാണ്. മോശ പറഞ്ഞപ്പോൾ മാറിയ പുത്രിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിക്കുക. കണ്ടോ, അപ്പനെയും ലേവിയും കണ്ടില്ല എന്ന് പറഞ്ഞു. ആദരിച്ചില്ല, ഓർത്തില്ല, എന്റെ വചനം അവർ പ്രമാണിച്ചു. കണ്ടോ, എന്താ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, മക്കളേക്കാൾ, സഹോദരങ്ങളെക്കാൾ ദൈവത്തെ വലുതായി ഈ ലേവി പുത്രൻ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായോ? Do you know why the Levite tribe considered God the most important more than their relations? മോശ സഹോദരനെ വലുതായി കണ്ടില്ല. Because Moses did not look at his brother as ദൈവത്തെ വലുതായി കണ്ടു. he saw God as the important person. പർവ്വതത്തിൽ ഇറങ്ങി വന്ന മോശ അഹരോനേക്കാൾ ദൈവത്തെ വലുതായി കണ്ടതുകൊണ്ട് അവൻ പറഞ്ഞത് അതുപോലെ കേൾപ്പാൻ ഒരു കൂട്ടമുണ്ടായി. Because Moses, when he came down from the mount, he considered God as the important person more than his brother. നീ ദൈവത്തെ വലുതായി കണ്ട, If you look at God as important, നീ പാപത്തെ അതിന്റെ ശക്തിയോടെ എതിർപ്പാൻ തീരുമാനിച്ച, if you decide to go against sin, നിന്റെ തലമുറയിൽ നിന്നോട് കൂടെ അങ്ങനെ വരും. even your generation will be with you in that ഈ manner. ദൂത എടുത്തോണ്ട് പൊക്കോൾ ഇന്ന് രാത്രി. You should take this message before you leave. എന്റെ മക്കൾ ദൈവത്തിനായി നിൽക്കണമോ? If your child needs to stand for God, നീ ദൈവത്തിനായി നിൽക്കണം. you have to stand for നിന്റെ God. അമ്മാമ്മയും അച്ചാച്ചനും ആങ്ങളെയും പെങ്ങളും ഒക്കെ കാണിക്കുന്ന കുരുത്തക്കേറിന് സ്വത്രവും അല്ലേരിയായും പറഞ്ഞ് കണ്ണടച്ച് വിട്ടാറുണ്ടല്ലോ. നിന്റെ തലമുറയും പാപത്തിന് കൂട്ടുനിൽക്കും. If you just blindfold yourself to do everything what your relations are doing, your generations will be in a എന്നാൽ different നീ way. പാപത്തെ പാപമായി കണ്ട് എതിർത്ത് ദൈവത്തെ ദൈവമായി കണ്ട് സ്നേഹിച്ചാൽ നിന്റെ തലമുറയും അങ്ങനെ വരും. And if you love God and you see sin against sin and just love God, your children will be blessed. ഇത് ദൂതായി എടുക്കണം. Take this as a pastor. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, നിങ്ങളുടെ പാസ്റ്ററായിട്ട്. As a pastor, I just urge you. ഹല്ലേലൂയ. Hallelujah. ഇത് പറയാൻ കർത്താവിന്റെ അകത്ത് ശക്തമായ ഒരു പ്രകാശം തരുന്നു. And God is giving me an enlightenment to say this. സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്തേക്കാൾ ഒത്തിരി ഭയങ്കരമായി മാറാൻ പോവുക നമ്മുടെ കുഞ്ഞുങ്ങൾ പാർക്കാൻ പോകുന്ന ഈ ലോകം. And this world is going to come to a different level from the time that we are living now. അവരെ പാപത്തെ എതിർത്ത് ദൈവത്തിനായി നിൽക്കണം. They have to reject sin and stand for God. അത് നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. And you have a great responsibility. നിങ്ങളും ദൈവത്തിനായി നിൽക്കണം. You have to stand for God. Praise the Lord. Hallelujah. ഞാൻ നിങ്ങളോട് എന്റെ അനുഭവത്തിന്റെ ഒരു സത്യം പറയട്ടെ. എനിക്ക് ആത്മീയമല്ലാത്തത് കാണുമ്പോൾ എന്റെ അകത്ത് ഭയങ്കര വേദനയുണ്ട്. Let me tell you a true thing about me. If I don't see anything spiritual, then I am upset. ലോകപ്രകാരമെല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. According to the world, God has given me everything. കഴിക്കാന്, കുടിക്കാന്, ഉറങ്ങാന്, കിടക്കാന്, യാത്ര ചെയ്യാന് എല്ലാം ദൈവം തന്നിട്ടുണ്ട്. God has given me everything what I need in this world. എന്നാൽ ഒന്നും എനിക്ക് അനുഭവമാക്കാൻ തോന്നത്തില്ല പാപത്തിന്റെ ശക്തി കാണുമ്പോൾ. But I cannot take everything if I see the power of sin. ഞാൻ സഭയിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെയുള്ളവരുടെ പണമോ സൗന്ദര്യമോ ലോകപ്രമാണ കഴിവോ ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഞാനുമായി ഒരു ബന്ധം കിട്ടത്തില്ല. ഞാനുമായി നിങ്ങൾക്ക് ബന്ധം വേണമെങ്കിൽ നിങ്ങൾ ആത്മീയരായിരിക്കണം. And I've always reminded you that because of some money or some beauty or anything, we cannot have a relation. You all need to be spiritual. എന്റെ വിദ്യാഭ്യാസത്തിന്റെ കഴിവോ എന്റെ വാക്ചാതുര്യമോ എന്റെ പ്രസംഗത്തിന്റെ ശ്രേഷ്ഠതയോ വേദപുസ്തക ജ്ഞാനമോ ഒന്നും കൊണ്ട് നിങ്ങൾ എന്നെയും സ്വീകരിക്കരുത്. ഞാൻ ആത്മീയനാണെങ്കിലേ നിങ്ങൾ എന്നെയും അംഗീകരിക്കണം. And only because I speak good, I speak from the word or anything of that sense, do not accept me. Only if I'm a spiritual person, accept me. എനിക്ക് ഇത്ര വർഷത്തെ പാസ്റ്റർ പരിചയമുള്ളതുകൊണ്ടോ, എനിക്ക് ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ടോ, നല്ല പ്രസംഗങ്ങൾ ഉള്ളതുകൊണ്ടോ നിങ്ങൾ എന്നെ അംഗീകരിക്കരുത്. ഞാൻ ആത്മീയനാണെങ്കിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കണം. Do not think that I have this number of years experience in pastoral and after that I have some doctorate or anything, but only if I'm spiritual. ഈ അമേരിക്കയിൽ 1000 ഏക്കർ തോട്ടം എനിക്ക് വാങ്ങി തന്നാലും ഞാൻ നിങ്ങളെ അംഗീകരിക്കത്തില്ല. നിങ്ങൾ ആത്മീയരാണെങ്കിൽ. Even though in America you give me 1,000 acres of land, I will not accept you if you're not spiritual. വീണ്ടും പറയുന്നു, നീ ബന്ധം നോക്കാതെ പാപത്തെ എതിർക്കൂ. നീ നിമിത്തം ഒരു തലമുറ ദൈവത്തിനായി വരും. Let me remind you once again that you stand and resist against sin, then
because of that, or because of you, there will be a generation that will stand for God. ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും കാലം ഞാൻ പഠിപ്പിച്ചതിനേക്കാൾ ആഴമുള്ള ഒരു ദൂതാണ് നിങ്ങൾക്ക് തന്നത്. And I know that from the time that I'm teaching you today, I have given you a deeper message. ആര് എന്ന് നോക്കാതെ ഈ പുസ്തകത്തിലെ സത്യത്തിൽ എഴുന്നേൽപ്പാൻ വിശുദ്ധിക്ക് എഴുന്നേൽപ്പാൻ ഇന്ന് രാത്രി വിട്ടുകൊടുക്കുന്നു. Do not think about any relation. You have to stand with this word and you have to be that holiness. നീതീകരണം പ്രാപിച്ചവർ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ വിശുദ്ധീകരണം ആവശ്യം. And if you want to be justified, and if you want to be sanctified, and from glorification, then you need the holiness in you. നമുക്ക് കർത്താവിനായി നമ്മെ വിട്ടുകൊടുക്കാം. Let us be submissive to the presence of പാപവും God. ശാപവും പെരുകുന്ന ഭൂതലത്തില് വിശുദ്ധിക്കും വേർപാടിനും സത്യത്തിനും വേണ്ടി നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാം. യേശു Where sin and curse is completely coming up and going above and everything, let us stand for God. God will be blessing us.